CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു. അല്പസമയം മുൻപ് ഡൽഹി എയിംസിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം ഓഗസ്റ്റ് മാസം മുതൽ ചികിത്സയിലായിരുന്നു. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന് ന്യൂമോണിയ സ്ഥിരീകരിച്ചിരുന്നു എയിംസിലെ ഡോക്ടർമാർ. തുടർന്ന് ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം അതിനോട് കാര്യമായി പ്രതികരിച്ചില്ല. സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങലോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു യുഗം അവസാനിക്കുകയാണെന്ന് പറയാം. 1974 അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹം കാക്കിനാടയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി. അതിനുശേഷം അദ്ദേഹം ഹൈദരാബാദിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനം. CBSEയുടെ 12ാം ക്ലാസ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കോടെ, ഇന്ത്യയിലെ 1ാം റാങ്കോടുകൂടി CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായ അദ്ദേഹം ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് ബിരുദത്തിന് ചേർന്നത്. ഇക്കണോമിക്സിൽ 1ാം റാങ്കോടുകൂടി BA ഓണേഴ്സ് നേടിയതിനു ശേഷമാണ് അദ്ദേഹം ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എത്തുന്നത്. JNU കാലമാണ് സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തെ അടയാളപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധിയെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. SFIയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് അദ്ദേഹം. 1978 ഒരു SFIയുടെ പ്രസിഡന്റ് ആവുന്ന ബംഗാളിയോ മലയാളിയോ അല്ലാത്ത ആദ്യത്തെ വ്യക്തി എന്ന സവിശേഷത കൂടിയാണ് ആന്ധ്രാപ്രദേശുകാരനായ സീതാറാം യെച്ചൂരിക്ക് അന്നുണ്ടായത്. JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ്, SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തുടങ്ങി അദ്ദേഹം പിന്നീട് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും CPIMന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1992 ചെന്നൈയിൽ നടന്ന 14ാം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ടിനും S രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത്. അത് ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായകമായ കാലഘട്ടമായിരുന്നു. കോൺഗ്രസിന്റെ തകർച്ച, BJP രാഷ്ട്രീയത്തിന്റെ വളർച്ച തുടങ്ങിയ നിർണായകമായ പല കാര്യങ്ങൾ. On behalf of Mathrubhumi, Sri Sitaram Yechuri, the General Secretary of Communist Party of India, Marxist, is receiving a token of appreciation. P. ബസന്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും വലിയ നികത്താനാവാത്ത നഷ്ടം എന്നും പറയുന്നതിനൊപ്പം നോക്കൂ, ഇപ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ രൂപവൽക്കരണത്തിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് വലിയ പിന്തുണ നൽകിയിട്ടുള്ള നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ദേശീയ തലത്തിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടി എടുക്കാം, RJD എടുക്കാം, NCP എടുക്കാം. ഈ ഒരു ലേസൺ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് ഒരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ടോ എന്നുള്ള നിലയിൽ എപ്പോഴൊക്കെ സേവനം നൽകാമോ അപ്പോഴൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളത് 2004 UPA സർക്കാരിന്റെ രൂപീകരണത്തിൽ കണ്ടിട്ടുണ്ട്. 96 ഐക്യമുന്നണി സർക്കാരിന്റെ രൂപീകരണത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ വിടവ് ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? തീർച്ചയായും ഇതിൽ ഒരു ഇന്ത്യ അലയൻസ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അതിലൊരു വലിയ കോൺട്രാസ്റ്റ് ഇടതുപക്ഷ പാർട്ടികളും മറ്റ് ജനാധിപത്യ പാർട്ടികളും തമ്മിൽ ഉണ്ട്, ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിച്ചുകൂടാ. പശ്ചിമ ബംഗാളിലടക്കം കേരളത്തിലടക്കം ഈ പറഞ്ഞ ഒരു വലിയ തോതിലുള്ള ഒരു ഏകോപനം വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയൊക്കെ യെച്ചൂരിയുടെ ഒരു സാന്നിധ്യം വലിയ തോതിൽ ആ സാഹചര്യങ്ങളെ മറികടക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ വസ്തുത എന്ന് പറയുന്നത്. പറ്റ്നയിൽ ചേർന്ന ഇന്ത്യ അലയൻസിൻ്റെ ആദ്യ യോഗത്തിൽ പോലും അവിടെ വന്ന ചില നിർദ്ദേശങ്ങൾ യെച്ചൂരി അന്ന് എല്ലാ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കളെ, അതായത് CPIയുടെയും ഫോർവേഡ് ബ്ലോക്കിൻ്റെയും അതോടൊപ്പം തന്നെ CPI MLയുടെയും RSPയുടെയും ഒക്കെ നേതാക്കളെ പ്രത്യേകം മാറ്റിയിരുത്തി ചർച്ച ചെയ്ത് ഇടതുപക്ഷ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർ തത്വശാസ്ത്രങ്ങൾക്കനുസരിച്ച് പോകുന്നതാണോ എന്ന് ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം ആ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത്രത്തോളം ഒരു ജനാധിപത്യ വിശ്വാസിയാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്ന കാര്യത്തിലായിരുന്നാൽ പോലും അദ്ദേഹം ആ സത്യസന്ധത വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിലും മാധ്യമപ്രവർത്തകരെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നത്. ചിലപ്പോൾ അദ്ദേഹം മിണ്ടാതിരിക്കാം, ചിലപ്പോൾ അദ്ദേഹം സാധാരണ അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ ഉള്ളൊരു ഭാവം മൂളലാണ്, ഒന്ന് മൂളിവിടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അതിലൊരു തെറ്റായ ഒരു വിവരം നൽകുന്ന ഒരു കാര്യമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അതോടൊപ്പം തന്നെ ഒരു മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഒരുപക്ഷെ പാർലമെന്റ് ഒന്നടങ്കം അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടതാണ് CPMനോട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭരണഘടന ഉണ്ട്, 2 ടേം കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ആരെയും ആക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഭരണഘടന നിങ്ങൾ മാറ്റി എഴുതണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ആളാണ് രാം ഗോപാൽ യാദവ്, സമാജ്വാദി പാർട്ടി. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കൾ പോലും അന്ന് സംബന്ധിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചു. അപ്പോൾ അത്തരത്തിൽ ഒരു കട്ടിംഗ് അക്രോസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വലിയ ഒരു സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കറിയാം, സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി വരുമ്പോഴും സുരേഷ് ഗോപിയുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗോപി വന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹമുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ എന്ന് അദ്ദേഹം എല്ലാവരുമായും ആ സെൻട്രൽ ഹാളിലും പാർലമെന്റിലും ഒക്കെ തന്നെ അദ്ദേഹം ആ ഒരു ബന്ധം
ബന്ധം പുലർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള ഒരു ഏകോപനത്തിന് അദ്ദേഹം എന്നും മുൻകൈ എടുത്തിരുന്നു. 96-ൽ ദേവഗൌഡ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ആ ചിത്രത്തിൽ തന്നെ കാണാം, ഏറ്റവും പിറകിൽ നിൽക്കുന്നത്, ദേവഗൌഡയുടെ ബാക്കിൽ നിൽക്കുന്നത് സീതാറാം യെച്ചൂരി. അത് കുറച്ചുകൂടി ചെറുപ്പക്കാരനായിരുന്ന ആ സീതാറാം യെച്ചൂരിയായിരുന്നു. പിന്നീട് 2004-ലെ UPA സർക്കാർ രൂപീകരണത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ ചെറുതായിരുന്നില്ല. ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പം യെച്ചൂരിയായിരുന്നു അന്ന് അതിന് ചുക്കാൻ പിടിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് UPA സർക്കാരിൻ്റെ സമയത്ത് വന്ന ഏറ്റവും വിവാദമായ UPAയും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു വലിയൊരു ചേരിപ്പോരിന് അല്ലെങ്കിൽ ഒരു വിടവിന് വഴിവെച്ചത് അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറായിരുന്നു.